എല്ലാ പെസ്റ്റുകളുടെ ഡാമേജും അവരുടെ കൺട്രോൾ മെഷേഴ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് പെസ്റ്റ് കൺട്രോൾ, ഒരു ഓവറോൾ പെസ്റ്റ് കൺട്രോൾ എങ്ങനെയാണ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, പിന്നെ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് കെമിക്കൽസ്, അതിന്റെ അപ്ലിക്കേഷൻസ്, ഏതൊക്കെ മെത്തേഡ്സ് ആണ് പെസ്റ്റ് കൺട്രോളിനുള്ളത് എന്നുള്ളതാണ്. സോ നമ്മൾ പെസ്റ്റുകളെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി പെസ്റ്റ് കൺട്രോളിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോ മെയിൻലി പെസ്റ്റ് കൺട്രോൾ വരുന്ന ഫസ്റ്റ് ഇനീഷ്യൽ മെത്തേഡ് എന്ന് പറയുന്നത് നാച്ചുറൽ പെസ്റ്റ് കൺട്രോൾ ആണ്. സോ നാച്ചുറൽ പെസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെസ്റ്റ് എമർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ തന്നെ അതിൻ്റെ ഒരു എനിമി ഉണ്ടാവും. അത് അതിനെ എപ്പോഴും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അതിന് പറ്റിയൊരു സ്യൂട്ടബിൾ കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ എൻവറോൺമെന്റ് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. സോ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഒരു പെസ്റ്റിന്റെ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് എന്തൊക്കെയാന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. പെസ്റ്റ് കൺട്രോൾ ബൈ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്. അതായത് ചില പെസ്റ്റുകൾക്ക് എക്സ്ട്രീം ആയിട്ടുള്ള റെയിനി സീസണിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ചിലതിന് എക്സ്ട്രീം ഡ്രൈ സീസണിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ചിലതിന് ഈ വിന്റർ സീസണിൽ അല്ലെങ്കിൽ എക്സ്ട്രീം കോൾഡ് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഓരോ പെസ്റ്റും അതിന്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള സീസണൽ ആയിട്ടുള്ള കണ്ടീഷനിൽ മാത്രം അതിന് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ബാക്കിയുള്ളപ്പോൾ അതായത് ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, റെയിൻഫാൾ, വിൻഡ്, എയർ കറൻസ്, ഇതെല്ലാം ഒരു രീതിയിൽ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി അടുത്തതാണ് എന്ത്, പെസ്റ്റ് കൺട്രോൾ ബൈ ടോപ്പോഗ്രഫിക് ഫാക്ടേഴ്സ്. അതായത് ഇപ്പം ചില ഫാക്ടേഴ്സ്, അതായത് ജോഗ്രഫിക്കൽ ബാരിയേഴ്സ്, മൗണ്ടെയിൻ റേഞ്ചസ്, ലാർജ് വാട്ടർ ബോഡീസ്, വാസ്റ്റ് ഡെസേർട്ട്, ഓരോ കണ്ടീഷൻസും പെസ്റ്റിന് പല രീതിയിൽ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടോപ്പോഗ്രഫിക് ഫാക്ടേഴ്സ്. ഇനി പെസ്റ്റ് കൺട്രോൾ ബൈ ബയോളജിക്കൽ എനിമി. ബയോളജിക്കൽ എനിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഏതൊരു ജീവി ഉണ്ടെങ്കിലും അതിനൊരു പ്രിഡേറ്റർ ഉണ്ടായിരിക്കും. അത് ഏതൊരു ജീവി ജനിച്ചു കഴിഞ്ഞാലും അതിനെ നാച്ചുറലി തന്നെ എക്കോസിസ്റ്റത്തിൽ വെച്ച് കില്ല് ചെയ്യുന്ന ഒരാളുണ്ടാവും. സോ ഇപ്പോൾ ഒരു പെസ്റ്റിന്റെ ഒരു പർട്ടിക്കുലർ സ്പീഷീസിന് എണ്ണം കൂടി കഴിഞ്ഞാൽ അതിന്റെ പ്രിഡേറ്ററിന് എന്ത് ചെയ്യും, കൂടുതൽ ഫുഡ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ പ്രിഡേറ്റർ അതിന്റെ പോപ്പുലേഷൻ അഥവാ അതിന്റെ നമ്പർ ഓഫ് സ്പീഷീസിന്റെ എണ്ണം അതിന്റെ നമ്പർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു പെസ്റ്റ് കൂടി കഴിഞ്ഞാൽ അതിന് നാച്ചുറൽ എനിമി. ഇപ്പൊ നമ്മുടെ പാഡി ഫീൽഡിൽ കുറെ അധികം ഇൻസെക്ട് കൂടി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്താൽ മതി, ഒന്നോ രണ്ടോ ഫ്രോഗ്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആ ഇൻസെക്ട് പെസ്റ്റിന്റെ പോപ്പുലേഷൻ കുറഞ്ഞിട്ട് താഴേക്ക് വരും. ഇനി നമുക്ക് നോക്കാനുള്ളത് അപ്ലൈഡ് കൺട്രോൾ ഓർ ആർട്ടിഫിഷ്യൽ കൺട്രോൾ. ഇത്രയാണ് പറഞ്ഞത് നാച്ചുറൽ കൺട്രോൾ ബൈ ഡിഫറെന്റ് ഫാക്ടേഴ്സ്. ഇനിയുള്ളത് ആർട്ടിഫിഷ്യൽ കൺട്രോൾ ആണ്. അതിൽ മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൊഫൈലാറ്റിക് മെത്തേഡ്. അതായത് പ്രൊഫൈലാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പെസ്റ്റ് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ മുൻകരുതലുകൾ എന്ന് പറയില്ലേ, അതുമാതിരി ഒരു പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാവുന്നതിന് മുന്നേ നമ്മൾ ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ, അതൊരു മുൻകരുതൽ മാതിരി. അതിൽ ഒന്നാമത്തതാണ് ഫീൽഡ് ആൻഡ് പ്ലാന്റ് സാനിറ്റൈസേഷൻ. നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുമ്പോ ഈ പറയുന്ന പ്ലാന്റിലും ഇൻസെക്റ്റുകളോ അല്ലെങ്കിൽ പെസ്റ്റുകളോ ഒന്നും ഇല്ലാന്നും ആ പറയുന്ന ലാൻഡിലും പെസ്റ്റുകളോ അതിന്റെ ലാർവയോ എഗ്ഗോ ഒന്നും ഇല്ല എന്നുള്ളത് എൻഷുർ ചെയ്യണം. പിന്നെ നമ്മൾ എപ്പോഴും പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പം ഇൻസെക്ട് റെസിസ്റ്റന്റ് വെറൈറ്റി, നമുക്ക് BT കോട്ടൺ ഒക്കെ അറിയാലോ, സോ അതുപോലത്തെ ഇൻസെക്ട് റെസിസ്റ്റന്റ് വെറൈറ്റീസ് യൂസ് ചെയ്യാം. പിന്നെ ടൈം അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓരോ പർട്ടിക്കുലർ ആയിട്ടുള്ള പെസ്റ്റും ഓരോ സീസണിലാണ് ആക്റ്റീവ് ആവുക. സോ ആ പർട്ടിക്കുലർ പെസ്റ്റ് ആക്റ്റീവ് ആവുന്ന സീസണിൽ ഇപ്പോൾ നമുക്കറിയേണ്ടത് ചീര കൃഷിയാണ്. ചീര മെയിൻലി ഉണ്ടാവുക റെയിനി സീസണിലാണ്. അപ്പോൾ ആ റെയിനി സീസണിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും ഒരു പെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് റെയിനി സീസൺ കഴിഞ്ഞിട്ടുള്ള ലേറ്റ് റെയിനി സീസണിലേക്കൊക്കെ അതിന്റെ ടൈം മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ പറഞ്ഞ ഇൻസെക്ട് പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി പറയുന്നത് ക്യൂറേറ്റീവ് മെത്തേഡ്സ് ആണ്. ഡയറക്റ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് പെസ്റ്റ് ആഫ്റ്റർ ഇൻഫെസ്റ്റേഷൻ. പ്രൊഫൈലാറ്റിക് മെത്തേഡിൽ പെസ്റ്റ് വരുന്നതിന് മുന്നേ ചെയ്തു വെക്കാനുള്ളതാണ്. ക്യൂറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ വന്നു, എന്നാൽ അതിനുശേഷം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതിലാണ് ഒന്നാണ് കൾച്ചറൽ മെത്തേഡ്. കൾച്ചറൽ മെത്തേഡിൽ മെയിൻലി വരുന്നത് എന്താണ്, മെയിൻലി ഇൻക്ലൂഡ് ക്രോപ്പ് റൊട്ടേഷൻ, ട്രാപ്പ് ക്രോപ്പിംഗ്, മിക്സഡ് ക്രോപ്പിംഗ്, ടിലേജ് ഓപ്പറേഷൻ. ടിലേജ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കന്നുകാലികളൊക്കെ വെച്ചിട്ട് നിലം ഉഴുതു മറിക്കില്ല. അപ്പോൾ കുറേ ഈ പറയുന്ന മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്ന കുറേ ഇൻസെക്റ്റിന്റെ ലാർവൽ സ്റ്റേജുകളൊക്കെ പുറത്തേക്ക് വരും, അതിനൊക്കെ ബേർഡ്സ് കൊത്തി കഴിക്കും. ദെൻ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ഒരു ക്രോപ്പ് വെക്കുമ്പോൾ പെസ്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ക്രോപ്പ് ഓരോ വർഷം മാറ്റുമ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എന്താ കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്ലാന്റിന്റെ ഇടയിൽ തന്നെ വേറെ പർട്ടിക്കുലർ പ്ലാന്റും കൂടെ മിക്സ് ചെയ്ത് നടുക. ഇപ്പം നമ്മളിപ്പം വാഴ കൃഷി നടുന്നതിന്റെ ഇടയിൽ പയർ കൃഷി നടത്തുക. അപ്പോൾ ചിലപ്പോൾ ഒരു പെസ്റ്റിൽ വരുന്ന ഏതെങ്കിലും ഇൻസെക്ട് മറ്റൊരു പ്ലാന്റിലേക്ക് മറ്റൊരു പെസ്റ്റ് വരുന്നത് തടയുന്നുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി മെക്കാനിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ പെസ്റ്റ് വരുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് ട്രാപ്പിംഗ് ഓഫ് പെസ്റ്റ്, സീവിങ് ആൻഡ് വിന്നോയിങ്, ഫ്ലഡിങ്,
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ, നേരത്തെ കേസിൽ നമ്മൾ പ്ലാന്റ് ഇതാക്കിയതിന് ശേഷം ഫുൾ നമ്മുടെ നെൽപ്പാടം ഫുൾ വെള്ളം കയറ്റി ഓവർഫ്ലഡ് ചെയ്തിടുക. സോ നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, കൃഷിഭൂമി ഫുൾ ഓവർഫ്ലഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഡ്രൈ ആയി കിടക്കുന്ന ലാർവൽ സ്റ്റേജ് കിടക്കുന്ന സാധനങ്ങളെല്ലാം ഓക്സിജൻ കിട്ടാതെ ഡെഡ് ആയി പോകും. പിന്നെ ഈ പറയുന്ന മാതിരി ഇൻസെക്റ്റിന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യുന്ന രീതിയിൽ നെറ്റിംഗ് ഒക്കെ പ്രിവെന്റ് ചെയ്യുക, അല്ലെങ്കിൽ സീവിങ് പ്രിവെന്റ് ചെയ്യുക. സീവിങ് അതായത് നമ്മൾ വല മയത്തെ സാധനങ്ങളൊക്കെ അടിച്ച് നെറ്റ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ മെത്തേഡിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഫിസിക്കൽ മെത്തേഡാണ്. ഫിസിക്കൽ മെത്തേഡിൽ വരുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലീതൽ ടെമ്പറേച്ചർ യൂസ് ചെയ്യുക. അതായത് ഇത് മെയിൻലി നമ്മൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സീഡിലോ അല്ലെങ്കിൽ ആ പറയുന്ന പ്ലാന്റിന്റെ ഏതെങ്കിലും പ്രൊഡക്റ്റ് അടുത്ത കൃഷി രീതിക്ക് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ട്രീറ്റ്മെന്റ് ചെയ്യണം. അതായത് വിത്തുകളെല്ലാം പ്രോപ്പറായിട്ട് ഉണക്കി സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ അതിൽ കുറെ പെസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് അയണൈസിങ് റേഡിയേഷനെ എക്സ്പോസ് ചെയ്യുക. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ മെത്തേഡിൽ വരുന്നതാണ് ലൈറ്റ് ട്രാപ്സ്, പിന്നെ അതേമാതിരി തന്നെ കളർ ട്രാപ്സ് ഒക്കെ വെച്ചിട്ട് ഈ പറഞ്ഞ ഇൻസെക്റ്റുകളെ ട്രാപ്പ് ചെയ്യുക. നിങ്ങൾക്കറിയാം ചില ഈ എന്താണ് മീലി ബഗ് എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ വൈറ്റ് മീലി ബഗ് എന്നൊക്കെ പറയുന്ന സാധനമുണ്ട് ഗ്രീൻ ചില്ലീസിലൊക്കെ വരുന്നത്. അപ്പൊ അതിനൊന്നും നമ്മൾ എന്ത് ചെയ്യുക, ചില ക്യാനൊക്കെ അല്ലെങ്കിൽ ഒരു ഇതിന്റെ മുകളിൽ യെല്ലോ കളർ ക്യാൻ പെയിന്റ് ചെയ്ത് വെക്കും. എന്നാൽ അതിന്റെ മുകളിൽ ഈ പറഞ്ഞ കാസ്റ്റർ ഓയിൽ തേച്ച് വെക്കും. സോ അതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് ഈ പറഞ്ഞ വൈറ്റ് ഫ്ലൈസ് വന്നിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്തിട്ട് അതിൽ അവർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അവർ ചത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ലീഗൽ മെത്തേഡ്. പിന്നെ അതാണ് ലീഗൽ മെത്തേഡിൽ വരുന്നതാണ് ഫോറിൻ ക്വാറന്റൈൻ, ഡൊമസ്റ്റിക് ക്വാറന്റൈൻ. അതായത് നമ്മൾ ഏതെങ്കിലും ഇമ്പോർട്ടഡ് വെറൈറ്റീസ് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ പുതിയ ക്രോപ്സോ പുതിയ വെറൈറ്റീസ് ഒക്കെ കൊണ്ടുവരുമ്പം ക്വാറന്റൈൻ മെഷേഴ്സ് പ്രോപ്പർ ആയിട്ട് എടുക്കണം. അവർ ക്വാറന്റൈനിൽ വെച്ചിട്ട് അതിൽ വേറെ സാധനങ്ങളൊന്നുമില്ല, വേറെ ഇൻവേസീവ് സ്പീഷീസ് ഒന്നും പെട്ടിട്ടില്ല എന്നുള്ളത് എൻഷുർ ചെയ്യണം. അതാണ് ലീഗൽ മെത്തേഡ്സിൽ വരുന്നത്. പിന്നെ ബയോളജിക്കൽ മെത്തേഡിൽ നാച്ചുറൽ എനിമീസിനെ യൂസ് ചെയ്തിട്ട്, അതായത് ഒരു പാത്തജനെ അല്ലെങ്കിൽ ഒരു പെസ്റ്റിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ നാച്ചുറൽ എനിമീസിനെ റൈസ് ചെയ്തതിന് ശേഷം അതിന്റെ മേജർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇനോക്കുലേഷൻ, ഓഗ്മെന്റേഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ എനിമീസ്. അതാണ് 3 സ്റ്റേജസ്. ഒന്നാമത് ഈ നാച്ചുറൽ എനിമീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവരെ അവിടെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വിടുക, ദെൻ ആ പറയുന്ന നാച്ചുറൽ പ്രൊഡാറ്റേഴ്സിനെ ആ പറയുന്ന പർട്ടിക്കുലർ ഫീൽഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. ഇനി കെമിക്കൽ മെത്തേഡ്സ് നോക്കുകയാണെങ്കിലോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ഏജൻസ് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് കെമിക്കൽ മെത്തേഡ്സ്. അപ്പോൾ ബയോളജിക്കൽ കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നാച്ചുറൽ ബയോളജിക്കൽ കൺട്രോൾ ഉണ്ട്, കൺസർവേഷണൽ ബയോളജിക്കൽ കൺട്രോളും ഓഗ്മെന്റേറ്റീവ് ബയോളജിക്കൽ കൺട്രോളും ഉണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ ഓൾറെഡി വന്ന പെസ്റ്റിനെ അവിടെ തന്നെ റിസൈഡ് ചെയ്യുന്ന അതിൻ്റെ നാച്ചുറൽ എനിമീസിനെ വെച്ചിട്ട് കില്ല് ചെയ്യുന്നതാണ് നമ്മുടെ നാച്ചുറൽ ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഈ ഇമ്പോർട്ടേഷണൽ ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു പെസ്റ്റ് ഭയങ്കരമായിട്ട് വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നാച്ചുറൽ എനിമി അവിടെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് അത് ആ പറയുന്ന നാച്ചുറൽ എനിമിനെ ഈ സ്ഥലത്തേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടേക്ക് കൊണ്ടുവരിക, എന്നിട്ട് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ഇമ്പോർട്ടേഷണൽ ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ കൺസർവേഷണൽ ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു പെസ്റ്റിനെ അല്ലെങ്കിൽ ഒരു കൃഷി തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ കൂടെ ഉണ്ടാവുന്ന അതിന്റെ നാച്ചുറൽ എനിമീസിന് നമ്മൾ എന്ത് ചെയ്യണം, കൂടെ ഒരു ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. സോ കൺസർവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. സോ ഓൾറെഡി അവിടെ നാച്ചുറൽ എനിമീസ് ഉണ്ടെങ്കിൽ അവരുടെ പോപ്പുലേഷൻ കൂടാൻ അല്ലെങ്കിൽ അവരെ കൺസർവ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഇനി അടുത്ത ഓഗ്മെന്റേറ്റീവ് ബയോളജിക്കൽ കൺട്രോൾ. അതായത് ഒരു ലാർജ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ കുറേ ഏരിയയിലേക്ക് നമ്മൾ ഈ പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലാന്റ് സ്പീഷീസ് ഒരു കുറേ ഏരിയയിലേക്ക് പെസ്റ്റ് ഇൻഫെക്സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഓഗ്മെന്റേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്യും. ഓഗ്മെന്റേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ എനിമിനെ നമ്മൾ ലാബിലോ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ലാർജ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഫീൽഡിൽ കൊണ്ടുവന്നിട്ട് തുറന്നു വിടും. അപ്പോൾ ആ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ ബയോളജിക്കൽ ആയിട്ടുള്ള കൺട്രോൾ ഏജന്റ് അവിടേക്ക് റിലീസ്ഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, ബയോളജിക്കൽ കൺട്രോൾ ഏജന്റ് അവിടെ എത്തുമ്പോൾ ഈ പറയുന്ന പെസ്റ്റിനെ എല്ലാം അവിടെ നിന്ന് റിമൂവ് ചെയ്യും. അതാണ് ഓഗ്മെന്റേറ്റീവ് ആയിട്ടുള്ള ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന മെത്തേഡിന്, ഈ ബയോളജിക്കൽ മെത്തേഡിന് മെയിൻലി കുറേ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഹൈലി സ്പെസിഫിക്, കാരണം ഈ നാച്ചുറൽ എനിമി സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പർട്ടിക്കുലർ സ്പീഷീസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെസ്റ്റിന് ഒരു പർട്ടിക്കുലർ സ്പീഷീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെസ്റ്റ് തന്നെ ചാവുള്ളൂ, വേറെ ഒന്നും സംഭവിക്കില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഒന്നും ഡെവലപ്പ് ചെയ്യില്ല. ഈ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് റെസിസ്റ്റൻസ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുക. ഇവിടെ റെസിസ്റ്റൻസ് ഒന്നും ഡെവലപ്പ് ചെയ്യില്ല.
പിന്നെ സെൽഫ് സസ്റ്റെയിനിങ് സിസ്റ്റമാണ്, അധികം ചെലവുകളൊന്നുമില്ല. നമ്മൾ ഒരിക്കലും ബയോളജിക്കൽ ഏജന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ബയോളജിക്കൽ കൺട്രോൾ ഏജന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ലോ കോസ്റ്റിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ കെമിക്കൽസ് ഒക്കെ ഉണ്ടാക്കുന്ന റെസിഡുവൽ എഫക്റ്റ് ഇല്ലേ, അതായത് കെമിക്കൽസ് ഒക്കെ പല സ്ഥലത്ത് അക്യുമുലേറ്റ് ചെയ്ത് ബയോ മാഗ്നിഫിക്കേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ എക്കോസിസ്റ്റത്തിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എക്കോസിസ്റ്റം സ്റ്റെബിലിറ്റി തകർക്കില്ല. നാച്ചുറലിന്റെ ബാലൻസ് പ്രൊമോട്ട് ചെയ്യും. പിന്നെ അഡാപ്റ്റേഷൻസ് എല്ലാം പ്രൊമോട്ട് ചെയ്യും. ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ എക്സ്പെൻഡിച്ചർ ഭയങ്കര ചിലവാണ്. അത് ആദ്യമായിട്ടൊരു ബയോളജിക്കൽ കൺട്രോൾ സിസ്റ്റം കൊണ്ടുവരണമെങ്കിൽ, ഇതിനൊക്കെ വളർത്തി എവിടെന്നെങ്കിലും കൊണ്ടുവരണം എന്ന് പറയുന്നത് ഇനീഷ്യൽ എക്സ്പെൻഡിച്ചർ കൂടുതലുള്ളതാണ്. പിന്നെന്താ കഴിഞ്ഞാൽ ഈ എക്കോളജിക്കൽ എവല്യൂഷൻ നടക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ ടൈം പീരീഡ് കുറച്ചും കൂടെ കൂടുതൽ റിക്വയർ ചെയ്യുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയി പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഹെവി എക്കണോമിക് ലോസ്, ചിലപ്പോൾ ഇത് സക്സസ്ഫുൾ ആയിട്ടില്ലെങ്കിൽ ഹെവി എക്കണോമിക് ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടെ കൂടുതലുണ്ട്. കാരണം ഈ പറയുന്നത് നമ്മളൊരു സാധനത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ കൺട്രോൾ ഏജന്റ് ഇതാന്ന് വിചാരിച്ചു, പക്ഷെ ആക്ച്വലി അതല്ലെങ്കിൽ അതൊരു എക്കണോമിക് ലോസ് ആണ്. പിന്നെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്ലൈമാറ്റിക് വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ബയോളജിക്കൽ കൺട്രോൾ സിസ്റ്റം ചിലപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല എന്ന് വരും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവിയുടെ പർട്ടിക്കുലർ ബയോളജിക്കൽ കൺട്രോൾ ഏജന്റ് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള കുറെ കാര്യത്തിന് അറിയാം, പക്ഷെ ഇനിയും കുറെ അധികം പെസ്റ്റുകളുടെ നാച്ചുറൽ ബയോളജിക്കൽ കൺട്രോൾ ഏജന്റ്, നാച്ചുറൽ എനിമീസ് ഏതാന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയില്ല. അപ്പൊ അത് ഇനി കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതും ഒരു ഡീമെറിറ്റ് ആണ്. ഇനി അടുത്ത കാറ്റഗറിയാണ് ബയോളജിക്കൽ കൺട്രോൾ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ളതാണ് കെമിക്കൽ കൺട്രോൾ. കെമിക്കൽ കൺട്രോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കുറെ കെമിക്കൽസ്, നമുക്ക് ഡിഫറെന്റ് കെമിക്കൽസ് അവൈലബിൾ ആണ്. അത് പല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഇവരെ കില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ നാരോ സ്പെക്ട്രം, ബ്രോഡ് സ്പെക്ട്രം, അതായത് ചില കെമിക്കൽസ് ഉണ്ട് അത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻസെക്റ്റിന് മാത്രമല്ല കുറേ ഇൻസെക്റ്റിനെ ഒരുമിച്ച് എഫക്ട് ചെയ്യുന്നതാണ്. കോമൺലി നാരോ സ്പെക്ട്രം കെമിക്കൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രോഡ് സ്പെക്ട്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഇൻസെക്റ്റിന് മാത്രമല്ല അവിടെയുള്ള ആംഫിബിയൻസിനും ഫിഷസിനും മേ ബി നമുക്ക് തന്നെ അതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നാരോ സ്പെക്ട്രം പെസ്റ്റിസൈഡ്സും കെമിക്കൽസും ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കോമൺലി യൂസ് ചെയ്യുന്നത്. സോ ഈ കെമിക്കൽസിന് അല്ലെങ്കിൽ ഈ പറയുന്ന കെമിക്കൽ ഏജൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഒന്നാമതാണ് അട്രാക്റ്റൻസ്. അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് കെമിക്കൽസ് ദാറ്റ് അട്രാക്ട് ദ പെസ്റ്റിസ് പോപ്പുലേഷൻ. പെസ്റ്റ് പോപ്പുലേഷനിൽ നമുക്ക് ഇപ്പം ഫ്രൂട്ടിൻ്റെയോ അല്ലെങ്കിൽ നിനക്ക് സ്മെല്ലൊക്കെ ഉണ്ടായിട്ട് അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള സാധനവും, പക്ഷെ അത് ആക്ച്വലി അവർ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഡാമേജിങ് ആയിട്ടാണ് ഉണ്ടാവുക. പോയിസൺ ബെയ്റ്റ്സ് അതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻസെക്റ്റിനെ പെട്ടെന്ന് ഇനീഷ്യലി അതിനെ അട്രാക്ട് ചെയ്യിപ്പിക്കും. കളറോ സ്മെല്ലോ അരോമയോ എന്തെങ്കിലും കൊണ്ടിട്ട് ഈ ഇൻസെക്റ്റിനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യിപ്പിക്കും. പക്ഷെ അവർ അട്രാക്ട് ചെയ്ത് എത്തി കഴിയുമ്പോഴേക്ക് ഇത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡെഡ് ആയി പോകും. അതാണ് അട്രാക്റ്റൻസ്. ഇനി റെപ്പല്ലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച്, അതായത് ഈ പറയുന്ന റെപ്പല്ലൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് നമ്മൾ ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് അവർ വരികയില്ല. കാരണം ഇത് അവരെ റിപ്പൽ ചെയ്യും. ഇപ്പം നമുക്കറിയാലോ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ചന്ദനത്തിരി കൊതുകുതിരി ഒക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് ഈ ഇൻസെക്ട്സ് ഒന്നും വരില്ല എന്ന്. അതേമാതിരി ചില കെമിക്കൽസ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇൻസെക്റ്റുകൾ അഥവാ പെസ്റ്റുകൾ ആ ഫീൽഡിനെ ഇൻഫെക്ട് ചെയ്യാൻ വേണ്ടി വരില്ല. സോ അതാണ് മെയിൻലി റെപ്പല്ലൻസ് എന്ന് പറഞ്ഞു വരുന്നത്. ചില എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്, അതൊക്കെ ഇതിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ സിന്തറ്റിക് ഫെറമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്പീഷീസിന് അതിന്റെ വേറെ ഇൻഡിവിജ്വൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഏജന്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് വെച്ചിട്ട് അത് നമ്മൾ സിന്തറ്റിക്കലി പ്രിപ്പയർ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. അലാം ഫെറമോൺസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പ്ലാന്റിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള എഫിഡ്സ് ആ അലാം ഫെറമോൺസ് സെൻസ് ചെയ്തിട്ട് അവിടുന്ന് എന്തോ ഇഷ്യൂ വരുന്നുണ്ട്, അതുകൊണ്ട് ഈ പ്ലാന്റിൽ നിന്ന് പോകണം എന്നുള്ള സിഗ്നൽ കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് ആ പ്ലാന്റിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇനി സെക്സ് അട്രാക്റ്റൻ ഫെറമോൺസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ അട്രാക്റ്റൻസ് ആണ്. അതായത് ഇതിൽ മെയിൻലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് മെയിൽസിനെ അട്രാക്ട് ചെയ്യുന്ന ജീവികൾ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള സെക്സ് അട്രാക്റ്റൻ ഫെറമോൺസ് മെയിൽസിനെ അട്രാക്ട് ചെയ്യും. ഇതിൽ വന്നിട്ട് മെയിൽസ് അട്രാക്റ്റഡ് ആവും, പക്ഷേ എന്താണ് അത് ആക്ച്വലി പോയിസണസ് ആവും. അങ്ങനെ മെയിൽസ് എല്ലാം ചാവും. സോ അതുകൊണ്ട് തന്നെ ഫുൾ മെയിൽസ് ഇതായി കഴിഞ്ഞാൽ എന്താവും, ഫീമെയിൽസ് മാത്രം ബാക്കിയാവും. സോ അവരുടെ പോപ്പുലേഷൻ ഗ്രാജുവലി ഡിക്ലൈൻ ചെയ്ത് വരും. പിന്നെ ഡിറ്ററൻസ് ആണ് അടുത്ത് പറഞ്ഞത്. ഈ ഡിറ്ററൻസ് എന്ന് പറയുന്ന കെമിക്കൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയർ, ഈ എനിമലിന്റെ ബിഹേവിയർ മാറും. ചിലപ്പോൾ അവരുടെ ഫീഡിങ് ടൈം മാറും, അവരുടെ മോൾട്ടിങ് ടൈം മാറും. അങ്ങനെ പല രീതിയിലുള്ള ഡാമേജ് കോസ് ചെയ്യുന്നതാണ് എന്ത്, ഡിറ്ററൻസ്. ഇനി ഓക്സിലറി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്,
ഓക്സിലറി സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസെക്ടിസൈഡിന്റെ കൂടെ നമ്മൾ അഡീഷണലി ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ് ഓക്സിലറി സബ്സ്ട്രേറ്റ്. അത് ആ ഇൻസെക്ടിസൈഡിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടും. അതിനാണ് ഓക്സിലറി സബ്സ്റ്റൻസ് പറയുന്നത്. പിന്നെ ഇൻസെക്ടിസൈഡ്സ് കെമിക്കൽസ് യൂസ്ഡ് ടു കിൽ പെസ്റ്റ് ആണ്, നമ്മൾ പെസ്റ്റിനെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത്രയാണ് നമുക്ക് മെയിൻലി പറയാനുള്ള കെമിക്കൽസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്.